യോർദാൻ കടത്തി വാഗ്ദത്ത നാട്ടിൽ ജനത്തെ പ്രവേശിപ്പിച്ചു, അവരോടൊത്ത് പ്രവേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ മശിഹായുടെ പ്രവർത്തനത്തിന്റെ പഴയ നിയമ പാരമ്പര്യമായി പിതാക്കന്മാർ യോശുവയെ കുറിച്ച് പറയും. അതുപോലെ തന്നെ വിശുദ്ധ മാമോദീസായെ കുറിച്ചും പുതിയ നിയമസഭകളുടെ കൂദാശകളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചെങ്കടലിൽ കടന്നതിനേക്കാൾ ഉപരി പിതാക്കന്മാരെ ആവർത്തിച്ചുദ്ധരിക്കുന്ന സംഭവം യോർദാൻ കടന്നതാണ്. കാരണം യോർദാൻ കടന്നത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം, അത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ യാഥാർത്ഥ്യമായി പിതാക്കന്മാർ ചിത്രീകരിച്ചു. ആ പശ്ചാത്തലമാണ് യോശുവ പ്രവചനം 6-ാം അധ്യായത്തിനുള്ളത്. യോശുവ ജനതയെ യോർദാൻ കടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നു. എന്നാൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ജനതയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന് വിഘാതമായി നിൽക്കുന്ന അമ്പരചുംബിയായ യെരിഹോ പട്ടണം. ഈ യെരിഹോ പട്ടണമാണ് യോശുവ അഭിമുഖീകരിച്ച വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം. ഒന്ന് യോർദാൻ കടക്കുക എന്നതും രണ്ടാമത്തേത് യെരിഹോ പട്ടണത്തെ അതിജീവിക്കുക എന്നതുമാണ്. സർവശക്തന്റെ കരുണയാൽ യെരിഹോ പട്ടണത്തെ തകർത്ത് ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാൻ യോശുവയ്ക്ക് സാധിച്ചു. തകർന്നടിഞ്ഞു കിടക്കുന്ന യെരിഹോ പട്ടണത്തിന്റെ അവശിഷ്ടത്തിന്റെ നടുവിൽ യോശുവയും യഹൂദ പുരോഹിതന്മാരും ഇസ്രായേൽ ഗോത്രത്തലവന്മാരും നിൽക്കുമ്പോൾ സർവശക്തൻ യോശുവയ്ക്ക് നൽകുന്ന നിർദ്ദേശമാണ്, ഈ യെരിഹോ പട്ടണം പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവനാകുന്നു. സർവശക്തനായ ദൈവം യോശുവയ്ക്കും യഹൂദ പുരോഹിതന്മാർക്കും എബ്രായ ഗോത്രത്തലവന്മാർക്കും നൽകുന്ന വ്യക്തമായ നിർദ്ദേശമാണ്, യെരിഹോ പട്ടണം പണിയരുത്. ഈ 21-ാം നൂറ്റാണ്ടിൽ സുവിശേഷം നമുക്ക് നൽകുന്ന, പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറയാണ് യെരിഹോ പട്ടണം. ബാക്കിയൊന്ന് പറഞ്ഞ്, യെരിഹോ പട്ടണം. ആരും മിണ്ടുന്നില്ല. എല്ലാവരോടും ഒരുമിച്ചൊന്ന് പറഞ്ഞ്, യെരിഹോ പട്ടണം പണിയരുത്. പറഞ്ഞ്, ആരും പറഞ്ഞില്ല. ശരിക്കൊന്നുകൂടെ പറഞ്ഞ്, യെരിഹോ പട്ടണം. ഇത് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമാണ്. ഈ വേദഭാഗത്തിന്റെ ദീർഘമായ വാക്യം ഞാൻ ഉദ്ധരിക്കുന്നില്ല. പക്ഷേ സമുഞ്ജസമായ ആശയം ഇതാണ്, യെരിഹോ പട്ടണം പണിയരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി, കെട്ടുപണിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശ്വാസ സമൂഹമാണ് നമ്മൾ. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ ദൗത്യത്തിന്റെ പിന്തുടർച്ച, അതാണ് നമ്മുടെ ദൗത്യം. പക്ഷെ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ സന്ദേശമാണ്, യെരിഹോ പട്ടണം പണിയരുത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന്റെ വിഘാതമാണ് യെരിഹോ പട്ടണം. ഈ പട്ടണം അതിജീവിച്ചെങ്കിൽ മാത്രമേ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. സഹോദരങ്ങളെ, ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് വ്യക്തിപരമായ സുഖസൗകര്യങ്ങളും ജീവിതത്തിന്റെ നേട്ടങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കളും സംഘടനാപരമായ വളർച്ചയും ആധുനിക കാലഘട്ടത്തിന്റെ യെരിഹോ പട്ടണത്തിന്റെ തെളിവുകളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, യാത്ര ദൈവരാജ്യത്തിലേക്കാണെങ്കിൽ യെരിഹോ പട്ടണം പണിയരുത്. കാരണം ഈ പട്ടണം പണിത് ഈ കോട്ടയ്ക്കുള്ളിൽ സുഖമായി ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ചാൽ തമ്പുരാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. കാരണം ഇത് വാഗ്ദത്ത നാട്ടിലെ പ്രവേശനത്തിന് വിഘാതമാണ്. ഭൗതിക ജീവിത സുഖത്തിന്റെയും സംഘടനാപരമായ വളർച്ചയുടെയും സംഘടനാപരമായ നിലനിൽപ്പിന്റെയും പ്രതീകമാണ് യെരിഹോ പട്ടണം. രണ്ടാമത്, സഹോദരങ്ങളെ, ഈ യെരിഹോ പട്ടണത്തിന്റെ മതിലുകളിൽ ഊറ്റം കൊണ്ട് അതിനകത്ത് സുരക്ഷിതം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യജീവിതത്തിന്റെ സ്വാർത്ഥതയുടെ പ്രതീകമാണ്. ഇതിന് ബന്ധങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പട്ടണത്തിന് പുറത്തേക്ക് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. മറിച്ച് ഞങ്ങൾ മാത്രം സുരക്ഷിതർ, രക്ഷയുടെ സ്വാർത്ഥതയും അവനവന്റെ ജീവിത സുഖവും ഒക്കെ വ്യക്തമാക്കുന്ന ജീവിതത്തിന്റെ ആർഭാടത്തിന്റെയും ഭൗതിക സുഖത്തിന്റെയും പൊരുളാണ് യെരിഹോ പട്ടണം. അതുകൊണ്ട് വീണ്ടും സർവശക്തൻ ഓർമ്മിപ്പിക്കുന്നു, യെരിഹോ പട്ടണം
പണിയരുത്. സഹോദരങ്ങളെ, ഇന്ന് ഈ വേദഭാഗത്തിന്റെ അർത്ഥതലം എന്താണ്? ഞാനും നിങ്ങളും അധിവസിക്കുന്ന പുതിയ നിയമസഭയുടെ പശ്ചാത്തലത്തിൽ യോശുവ പ്രവാചകനോട് യഹോവയാം ദൈവം പറഞ്ഞ വാചകത്തിന്റെ ഇന്നത്തെ അർത്ഥം എന്താണ്? ഇത് പരിശോധിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരോട്, യഥാർത്ഥത്തിൽ നമ്മോട് ഓരോരുത്തരോടും വേദപുസ്തകം പറയുകയാണ്, വർഷാന്തരങ്ങൾക്ക് മുമ്പ് യോശുവയോട് പറഞ്ഞ അതേ വാചകം, യെരിഹോ പട്ടണം പണിയരുത്. പണിയാതിരിക്കാൻ എന്ത് ചെയ്യണം? പണിയാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ ഈ യെരിഹോ പട്ടണം പൊളിച്ച ചില മാർഗങ്ങൾ പഠിക്കണം. കൊയ്ത്ത് കാലമാണ്. യോർദാൻ നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. കൊയ്ത്ത് കാലമാണ്. യോർദാൻ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. യെരിഹോ പട്ടണത്തിന്റെ നാശത്തിന്റെയും വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന്റെയും ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് യോർദാൻ കടക്കണം. സഹോദരങ്ങളെ, ഇന്നും യെരിഹോ പട്ടണം പണിയാതിരിക്കണമെങ്കിൽ അനുപേക്ഷണീയമായ ഒരു സന്ദേശമുണ്ട്. യോശുവ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം. നിയമപെട്ടകം ചുമക്കുന്ന ദൈവത്തിന്റെ പുരോഹിതന്മാർ യോർദാനിൽ എത്തുമ്പോൾ യോർദാനിൽ നിൽക്കണം. എന്താണ് നിർദ്ദേശം? യോർദാനിൽ നിൽക്കണം. എന്റെ കൂടെ എന്ന് പറഞ്ഞ് യോർദാനിൽ, ശരിക്ക് പറഞ്ഞ യോർദാനിൽ. ഞാൻ ആദ്യം പറഞ്ഞ എന്നാ? യെരിഹോ പട്ടണം. ശരിക്ക് പറ, യെരിഹോ പട്ടണം. ചേർത്ത് പറഞ്ഞ്, യെരിഹോ പട്ടണം പണിയാതിരിക്കണമെങ്കിൽ എവിടെ നിൽക്കണം? ഇതാണ് സന്ദേശം. യെരിഹോ പട്ടണം പണിയാതിരിക്കണമെങ്കിൽ യോർദാനിൽ നിൽക്കണം. ദൈവത്തിന്റെ പുരോഹിതന്മാർ നിയമപെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിൽ നിന്നു. ഇത് എബ്രായ ചരിത്രത്തിന്റെ മഹനീയ സന്ദർഭമാണ്. എന്താണ് ഈ സന്ദർഭം? സങ്കീർത്തനക്കാരുടെ കാലഘട്ടം വരുമ്പോഴേക്കും അവരാവർത്തിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. പിതാക്കന്മാർ യോർദാനിൽ നിയമപട്ടം ചുമന്നുകൊണ്ട് നിന്നപ്പോൾ യോർദാന്റെ മുൻവശം മതില് പോലെ നിന്നു, പിൻഭാഗം പിൻവാങ്ങി സമുദ്രത്തിൽ പതിച്ചു. അതുകൊണ്ടാണ് ദാവീദ് ചോദിച്ചത്, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്? കാരണം ഇത് സർവശക്തൻ ഇടപെട്ട എബ്രായ ചരിത്രത്തിന്റെ മനോഹര നിമിഷമാണ്. എന്താണ് സഹോദരങ്ങളെ ഈ വാക്യത്തിന്റെ ഇന്നത്തെ പ്രസക്തി? യെരിഹോ പട്ടണം പണിയാതിരിക്കണമെങ്കിൽ എവിടെ നിൽക്കണം? യോർദാനിൽ നിൽക്കണം. നമുക്കെന്താണ് യോർദാൻ? വിശുദ്ധ മാമോദീസായിക്ക് വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയിൽ പുരോഹിതൻ കൈകൾ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഈ കുഞ്ഞും വിശ്വാസ സമൂഹവും യോർദാൻ നദി പ്രവാഹത്തിങ്കൽ നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരേറ്റുന്നു. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച് യോർദാൻ എന്ന് പറയുന്നത് സ്വീകരിച്ച മാമോദീസയുടെ അനുഭവമാണ്. ഞാനും നിങ്ങളും നിലകൊള്ളേണ്ടത് യെരിഹോ പട്ടണം പണിയാതിരിക്കണമെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായും വിശ്വാസ സമൂഹമായും ആത്മീയ അപജയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് ശരിയായ ബോധം നമുക്ക് ലഭിക്കണമെങ്കിൽ എവിടെ നിൽക്കണം? യോർദാനിൽ നിൽക്കണം. യോർദാനിൽ യോഹന്നാന്റെ ശബ്ദം കേട്ടിട്ട് അനേകർ വന്ന് നിന്നു. സക്കറിയ പുരോഹിതന്റെയും ഏലിശുബായുടെയും മകൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ. ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. ജനതയിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർ യോർദാനിലേക്ക് വന്നു. പക്ഷെ യോഹന്നാൻ പരുതുകയാണ്, അന്വേഷിക്കുകയാണ്. ഒരാൾ വരും, അദ്ദേഹം യോർദാനിൽ നിൽക്കുമ്പം യോർദാനിലെ വെള്ളത്തിന് ചൂട് പിടിക്കും. അങ്ങനെ യോർദാനിൽ പ്രതീക്ഷയോടെ യോഹന്നാൻ നിന്നപ്പോൾ ഇതാ ദൈവപുത്രൻ യോർദാനിലേക്ക് വരുന്നു. അവൻ യോർദാനിൽ വന്നു നിന്നു. ഉടൻ തന്നെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി അവന്റെ മേൽ വസിച്ചു. അപ്പോൾ യോർദാനിലെ വെള്ളം ചൂടായി, സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവ് ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു. സഹോദരങ്ങളെ, നസ്രായക്കാരൻ യോർദാനിൽ നിന്നപ്പോൾ അച്ഛന്റെ മകൻ സക്കറിയ പുരോഹിതന്റെ മകൻ വിളിച്ചു പറഞ്ഞു,